അടിപൊളി ഒരു അംഗൻവാടി അല്ലേ. ആര്യങ്കോട് ഗ്രാമപഞ്ചായത്തിലെ തിരുവനന്തപുരമാണ്. കുറ്റ്യാണിക്കാട് വാർഡിൽ പണിതൊരു അംഗൻവാടിയാണ്. നല്ല പുറത്തുനിന്നൊക്കെ കണ്ടാൽ നല്ല സൂപ്പറാണ്, നല്ല രസമുണ്ട്. 1-ാം തീയതി കഴിഞ്ഞ 1-ാം തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. ശ്രീമതി ഒ ഗിരിജാകുമാരി പ്രസിഡൻ്റാണ് ഇതിൻ്റെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നടത്തി. ഈ വാർഡ് എൽ ഉഷ വാർഡ് മെമ്പറാണ്. ഇതിനകത്ത് പുറത്തുനിന്ന് കാണുമ്പം സംഭവം കിടുവാണ്, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഉദ്ഘാടനം ചെയ്ത അംഗൻവാടിയുടെ അവസ്ഥ. കണ്ടോ, അകത്തൊന്നും കഴിഞ്ഞിട്ടില്ല. ഒരു വലിയൊരു ഹോള്, കിച്ചൺ, സ്റ്റോർ റൂം, ബാത്റൂം, സാധാരണ അംഗൻവാടിക്കുള്ള സംവിധാനങ്ങളൊക്കെ തന്നെയാണ് ഇതിലുമുള്ളത്. പക്ഷേ ഈ ഉദ്ഘാടന മാമാങ്കം മിക്ക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും തിരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ചടപടയെന്ന് നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയതാണ്. ഇവിടെ നാട്ടുകാരായ ആളുകൾ പോലും അറിയാതെ കൊണ്ട് ശിലാഫലകം വെച്ചിട്ട് ഉദ്ഘാടനം നടത്തിയതാണ് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് എന്താ സംഭവിച്ചതെന്ന് പഞ്ചായത്ത് മെമ്പറെ ഒന്ന് വിളിച്ചു ചോദിക്കാൻ നേരത്തെ വിളിച്ചിട്ട് പഞ്ചായത്ത് മെമ്പറെ കിട്ടിയില്ല. ഇവിടെ നാട്ടുകാരായ ഒരു ചേട്ടനുണ്ട്. ഇത് എപ്പോൾ കൊണ്ട് വെച്ചു? ഇത് 1-ാം തീയതി ഉദ്ഘാടനം നടത്താൻ വേണ്ടി 100 നോട്ടീസ് അടിച്ച് പ്രസ്സിൽ കൊടുത്തു. നമ്മളൊരു കൂട്ടുകാരൻ്റെ പ്രസ്സിലാണ് അടിച്ചത്. പക്ഷേ നോട്ടീസ് ആർക്കും വിതരണം ചെയ്തില്ല. വിതരണം ചെയ്യാതെ അവിടെ ഒരു ചായക്കടയിൽ 90 വടയും 90 ചായയൊക്കെ പറഞ്ഞിരുന്നു, ഓർഡർ കൊടുത്തിരുന്നു. അതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി 1 രാത്രി ഇല്ലായിരുന്നു, നേരം കൊടുത്തപ്പോൾ ഈ ഫലകം ഇവിടെ ഉണ്ട്. മനസ്സിലായില്ല. അപ്പോൾ ഉദ്ഘാടനം നടത്തുന്നത് നമ്മൾ ആരും എതിരല്ല. ഇത് ഉദ്ഘാടിക്കേണ്ട ആവശ്യമാണ്. വാടക കെട്ടിടത്തിലാണ്, അതും ഒരു സുരക്ഷയില്ല. റോഡ് സൈഡാണ് അംഗൻവാടി. അവിടെ തന്നെ കുട്ടികൾ റോഡിലോട്ട് ചാടും. ആ കണക്കിലാണ് ചുറ്റുമതിലൊന്നും ഇല്ലാത്ത കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് അംഗൻവാടി. ഇത് അത്യാവശ്യമാണ്. പക്ഷേ ഒരു അടിസ്ഥാന സൗകര്യ വികസനമില്ല. ഒരു കക്കൂസിന് കുഴിവെട്ടിയില്ല, പൈപ്പ് തെരഞ്ഞെടുപ്പല്ലേ, അതുകൊണ്ടായിരിക്കും. ആയിക്കോട്ടെ, ചെയ്യട്ടെ. അത് ഞങ്ങളെ അടുത്ത വീട്ടുകാർ വീടാണ്, അടുത്ത വീട് ചേർന്നിരിക്കുന്ന വീടാണ്. ഞങ്ങൾ നാട്ടുകാരൊക്കെ അറിയാതെ ഇതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിച്ച കുറേ ആൾക്കാരാണ്. ഞങ്ങളുടെ മെമ്പർ കഴിഞ്ഞ പ്രാവശ്യം കുറ്റിയാണിട്ട് BJP 2016 അദ്ദേഹം വസ്തു വാങ്ങിയിട്ട് കളക്ഷൻ ഫണ്ടിൽ വസ്തു വാങ്ങിയിട്ട് പാലവും വാർത്തിട്ട് പോയതാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയം നോക്കണ്ട, ഇത് എല്ലായിടത്തും പറഞ്ഞ് ചെയ്യേണ്ടതായിരുന്നു. ഇത് 13,30,000 രൂപയാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് ഉള്ളത്. നമുക്കിതിൻ്റെ വാർഡംഗം ഉഷയെ ഒന്ന് നേരത്തെ വിളിച്ചിട്ട് കിട്ടിയില്ല. നമ്മൾ ഒന്നുകൂടെ ഒന്ന് വിളിക്കുകയാണ്. അവർക്കിതിനകത്ത് എന്താണ് പറയാനുള്ളത്. ഹലോ, നമ്മുടെ കുറ്റ്യാണിക്കാട് വാർഡ് മെമ്പറല്ലേ? ഞാൻ റിപ്പോർട്ടർ TV നിന്നാണ് വിളിക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു പണി പൂർത്തിയാക്കാത്ത അംഗൻവാടി ഉദ്ഘാടനം നടത്തിയെന്ന് ശിലാഫലകമൊക്കെ കണ്ടു. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാ. ഉദ്ഘാടനം നടത്തിയിട്ടില്ല. ശിലാഫലകം വെച്ചതോ? ഓ, അല്ലാതെ ഉദ്ഘാടനം നമ്മൾ അറിയാതെ കരാറുകാരൻ കൊണ്ടുവച്ചാണ്. എന്നിട്ട് കരാറുകാരനോട് ചോദിച്ചോ എന്താ പറ്റിയെന്ന്? ഞാൻ ചോദിച്ചു. അപ്പൊ അവിടെ 5 വാതിലേക്ക് വേണ്ടി ഇതുപോലെ അടിച്ചു. അവിടെ ഇരുന്നത് കൊണ്ടാണ് അദ്ദേഹം കൊണ്ട് വെച്ചതെന്നാണ് അറിയുന്നത്. ഓ, അപ്പൊ ഇനി ഇതിന്റെ ഉദ്ഘാടനം എപ്പോഴാണ് നടത്തുക? അതിന്റെ ഉദ്ഘാടനം എല്ലാ പണിയും പൂർത്തീകരിച്ചതിന് ശേഷമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓ, അപ്പൊ പിന്നെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമെന്ന് തോന്നുന്നു അല്ലേ? ഇലക്ഷൻ ഡിക്ലറേഷൻ കഴിഞ്ഞാൽ അതിന് ശേഷം തന്നെ. അതുകൊണ്ട് ഇപ്പം ഇലക്ഷൻ ഡിക്ലറേഷന്റെ ദിവസം ആയല്ലോ സാറേ. അപ്പൊ അതുകൊണ്ട് പണിയെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ അവിടെ അംഗൻവാടി ഉദ്ഘാടനം ചെയ്യൂ. ഓക്കെ. അപ്പം ഇതാണ് വാർഡ് മെമ്പർ പറഞ്ഞത്. ഔദ്യോഗികമായി ഉദ്ഘാടനം നടത്തിയിട്ടില്ല. ഈ ശിലാഫലകം കൊണ്ടുവച്ചത് ഇത് പണിത കോൺട്രാക്ടറാണ്. മെമ്പർ പോലും അറിഞ്ഞിട്ടില്ല, അറിയാതെയാണ് വെച്ചതെന്നാണ് മെമ്പർ ഉഷ നൽകിയ വിശദീകരണം. പക്ഷേ അതങ്ങനെയൊന്നുമല്ല സംഭവം എന്നാണ് നാട്ടുകാർ പറയുന്നത്. മറ്റ് ഇവിടെ 3-4 അംഗൻവാടിയും കൂടെ ഇതുപോലെ ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ കൂടെ ഇതും കൂടെ കഥയൊക്കെ അടച്ച് വെളിയൊക്കെ അടിപൊളിയാക്കിയപ്പം സ്വാഭാവികമായിട്ടും അകത്തേക്കൊന്നും ആരും കയറില്ല എന്ന് വിചാരിച്ചിട്ട് ഉദ്ഘാടനം ചെയ്തതാണ്. തിരഞ്ഞെടുപ്പ് ഉദ്ഘാടനങ്ങളുടെ ഒരു മഹാമഹം നടക്കുന്നതിൻ്റെ കൂടെ നടത്തിയതാണെന്നാണ് നാട്ടുകാരുടെ ഒരു ആരോപണം. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.